വന്നില്ലെങ്കിൽ ജോണിച്ചാൻ ഇങ്ങോട്ട് വരും. എനിക്ക് വേണ്ടെന്ന് പോയി പറയൂ കുട്ടി. കുറച്ച് കഴിച്ചാൽ മതി, ബാക്കി ഞാൻ കഴിച്ചോളാം. മരണം സാറേ. പിന്നെ എവിടെ കാണാനില്ലല്ലോ. ഇതാ എത്തിക്കഴിഞ്ഞു. നിന്റെ പുട്ടിരിക്കുന്നു, തട്ടിക്കോ. കേട്ടോന്നേ, പുട്ടിന് വേണ്ടി കോളേജ് ഹോസ്റ്റലിൽ വഴക്കുണ്ടാക്കുക ഇവന്റെ സ്ഥിരം പരിപാടിയായിരുന്നു. പുട്ട് പിന്നെ അമ്മന്റെ ഹോട്ടലും തേടി 5 മൈൽ വേണമെങ്കിലും നടക്കും. ആ എന്നാ എളുപ്പമായല്ലോ. ഞാൻ വിചാരിച്ച് ജെയിംസിനൊന്നും പിടിക്കുകയില്ലെന്ന്. എനിക്ക് സാധാരണ ആഹാരങ്ങളൊക്കെ മതിയമ്മേ. ജെയിംസിന് വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് ആരുമില്ല. കള്ളം. അമ്മ വിശ്വസിക്കില്ലേ? ഇവൻ പുളുവാടിയുടെ രാജാവാണ്. പറയും മോനെ, അമ്മയും അറിയട്ടെ. ഇവൻ വീട്ടിൽ കയറിയിട്ട് 3 കൊല്ലമായമ്മേ. അദ്ദേഹം അപ്പനുമായി വഴക്കാണ്. അത്ര വലിയ വഴക്കുണ്ടോ? എന്തിനാ? ഞാൻ കല്യാണം കഴിക്കാത്തതിന്. ആ ഞാനത് ചോദിക്കാനിരിക്കുകയായിരുന്നു. മോൻ എന്താ കല്യാണം കഴിക്കാത്തത്? ഇത്തവണ ഞാൻ ഇവനെ കെട്ടിക്കും. അമ്മേ, നമ്മുടെ ലിസി ആയാലോ? നല്ലതാ. എന്റെ അനിയത്തിന്റെ മോളാ. എനിക്ക് കല്യാണം വേണ്ടമ്മേ. ആഹാ, സന്യസിക്കാനാണോ ഭാവം? അത് പറ്റില്ല മോനെ. ആണായാൽ ഒരു പെണ്ണ് വേണം, എങ്കിലേ ജീവിതം പൂർണ്ണമാകും. ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ഏദൻ തോട്ടത്തിൽ എന്തോ കുറവ് തോന്നി. ഹവ്വയെ കൂടി സൃഷ്ടിച്ചപ്പോഴേ ദൈവത്തിന് തൃപ്തിയായുള്ളൂ. ആ അമ്മൂമ്മയായി ഈ കുഴപ്പം മുഴുവനും ഉണ്ടാക്കിയത്. ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും ചേർന്ന കുടുംബം ഒരു കൊച്ചു സ്വർഗമാണ്. നരകമാണെന്നാ പലരും പറയുന്നത്. നീ തല്ലുകൊള്ളും. അല്ല, ഇത്ര നേരമായിട്ടും നീ അവളോട് രക്ഷമുണ്ടിയോ? നാണം കൊണ്ടാ. അല്ല, എന്റെ കൂട്ടുകാരൻ ഇവിടെ വന്നത് നിനക്കിഷ്ടമായില്ലേ? അവനോട് നിനക്കുമുണ്ടാവല്ലോ. ആ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. തമ്മി തമ്മി നോക്കുന്നത് ഞാൻ കണ്ടു. ഈ വായാടി പെണ്ണിനെ കൊണ്ട് തോറ്റു. ശരി, ഞാൻ മിണ്ടുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല. ഓക്കെ? എടാ, നീ ഇതിനു മുൻപ് ഇതുപോലൊരു സാധനത്തിനെ കണ്ടിട്ടുണ്ടോ? ഇവരെപ്പോഴും ഇങ്ങനെയാ. അമ്മ ഭാഗ്യവതിയാണ്. ഇതൊന്നുമല്ല എന്റെ ഭാഗ്യം. ഇതുപോലൊരു മരുമകളെ കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒന്ന് വാ പറ്റിനെ. എന്റെ പൊന്നാരി നാത്തൂനെ, ഒന്ന് വേഗം വായോ. ഞാനും ജോണിച്ചായനും, നിങ്ങൾ രണ്ടുപേരും. ശരി. എനിക്കൊരു ചീട്ട് കുറവാ. നിനക്ക് ചീട്ടിടാനും അറിയില്ല പോരങ്ങി. ഞാൻ കറക്റ്റായിട്ടാണല്ലോ ചീട്ടിട്ടത്. ആർക്കാ കൂടുതൽ? ഒരു ചീട്ട് എന്റെ കൂടുതലുണ്ട്. അത് ഇച്ചാനും കൊടുത്തേക്കൂ. എഴുന്നേൽക്കൂ, നേരെ ഉച്ചയായി. കാപ്പി അവന് കൊടുത്തു. ആർക്ക്? ആഹാ, അങ്ങനെ ഒരാളിവിടെ ഉള്ളത് നീ മറന്നോ? ജെയിംസിനെ. ഇല്ല. എന്നാലേ ഈ കാപ്പി അവന് കൊടുത്തിട്ട് വാ. എനിക്ക് പിന്നെ മതി. കൊടുത്തോളാം, ഇത് കുടിക്കൂ. അവന് കൊടുത്തിട്ട് മതി എനിക്ക്. വേലക്കാരാണ് അവനെ ശ്രദ്ധിക്കുന്നതെന്ന് ഒരിക്കലും അവന് തോന്നരുത്. ചെല്ലു മോളെ. കാപ്പി ആർക്കാ? എനിക്കാണോ? ആ മുറിയിൽ കൊടുക്കാനാ. ഇങ്ങോട്ടാ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ആ ജോണിച്ചാന്റെ കൂട്ടുകാരോ? തോന്നുമ്പോ ഉറങ്ങും, തോന്നുമ്പോ ഉണരും. നോ പ്രിൻസിപ്പിൾ.
കാപ്പി. താങ്ക് യു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അവൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഊണ് ബാങ്കിലേക്ക് കൊടുത്തേക്കണം. ഊണ് മിക്കവാറും ഇവിടെ തന്നെ കഴിക്കുന്ന ലക്ഷണമാ. അവൻ പോവാൻ റെഡിയായില്ലേ? ഇത്ര നേരം അവൻ എന്ത് ചെയ്യാൻ അവിടെ? 2 കാര്യങ്ങൾ ചെയ്യുന്നു. 2 കാര്യങ്ങളോ? ഒന്നാമതായി സിഗരറ്റ് വലിക്കുന്നു, രണ്ടാമതായി പുകയിലേക്ക് നോക്കിയിരുന്ന് കഴിഞ്ഞ കാലങ്ങൾ ഓർമ്മിക്കുന്നു. ആളാകെ കുഴപ്പത്തിലാ. ഓടി ഓടത്ത്. എന്നാ വേണ്ട, നമ്മൾ പറയുന്നതിന് ആർക്കും ഇവിടെ ഒരു സീരിയസ്നെസ്സും ഇല്ലല്ലോ. നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. നീ കോളേജിൽ പോകുമ്പോ അവനെ കൂടെ കൊണ്ടുപോകണം. അയ്യോ, അവിടെ അഡ്മിഷൻ ഫുള്ളായി. നിന്നെ കോളേജിൽ വിട്ടിട്ട് അവനെ ബാങ്കിൽ ഇറക്കാൻ ഡ്രൈവറോട് പറയണം. യെസ് സർ. നീ ഓഫീസിൽ പോകുന്നില്ലേ? സീമയുടെ കൂടെ കാറിൽ പോയിക്കോളൂ. ബൈ. എല്ലാ കാലമായേ? എല്ലാ കാലമായി. സാറിന്റെ കൂട്ടുകാരനെ വേഗം കാപ്പി കൊണ്ടു കൊടുക്കണം. അല്പം കൊടുത്തേക്കാം. പിന്നെ ഊണൊഴിക്കാൻ ഇങ്ങോട്ട് വരുമെന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ഊണ് ബാങ്കിലേക്ക് കൊടുത്തേക്കണം. അയ്യോ, ഞാൻ പോവില്ല ബാങ്കിലേക്ക്. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ പോകാൻ? പോകുന്നോണ്ട് വിഷമമുണ്ടായിട്ടല്ല, അവിടെ ആണുങ്ങൾ കാണും. നിനക്ക് ആണുങ്ങളെ കണ്ട പേടിയാല്ലേ? ഒരു 13 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയാ. ആ കാപ്പി എടുക്ക, സമയം പോയി. സോറി ബാങ്ക് സാറേ. സാർ ഇങ്ങോട്ട് കയറണം. ഞാൻ മുമ്പിലിരുന്നോളാം. വാ. വേണ്ട, ജെയിംസ് മുമ്പിലിരിക്കട്ടെ. എന്താ ഒന്നിച്ചിരുന്നാ തേഞ്ഞു പോവോ? ഇങ്ങോട്ട് വാ സാറേ. ഈ സാറൊരു നാണം കുണിഞ്ഞ. മമ്മി ബൈ. എന്താ ഉറങ്ങുവാണോ? അല്ല. രാത്രിയിൽ ഉറങ്ങിയില്ലേ? ഇല്ല. ഇന്നലെ രാത്രി എത്ര സിഗരറ്റ് വലിച്ചു? 17. ഇത് എത്രാമത്തെയാ? ഓർമ്മയില്ല. പുക അധികമായാൽ ആത്മാവിന് കേടാണ്. അതിന് ആത്മാവ് എന്റെ കയ്യിലുണ്ടായിട്ട് വേണ്ടേ? എവിടെ പോയി? ദാ ഇവിടെ, ഈ കണ്ണുകളിൽ.